തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ ആൾക്കാരെ കുറേ അധികം പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. ഈ പൂജാമുറിയൊന്നും വീട്ടിൽ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചില രാഷ്ട്രീയ മതചിന്തകരൊക്കെ പറഞ്ഞുണ്ടാക്കായിരുന്നു. കാര്യം എങ്ങനെയെങ്കിലും ഹൈന്ദവരെ പൂജിക്കാതിരിക്കുക, ദൈവത്തെ വിളിക്കാതിരിക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ താല്പര്യം. പക്ഷേ ഇന്ന് കാലം മാറി. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കാനും ഒന്ന് പൂജിക്കാനും വീട്ടിലൊരു പൂജാമുറി അത്യന്താപേക്ഷിതമാണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം മുമ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ സ്ത്രീകൾ ആർത്തവമുള്ളതുകൊണ്ട് വീട്ടിൽ പൂജാമുറിയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു വരുത്തുമായിരുന്നു. എന്ത് പൊട്ടത്തരമാണ് ഈ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഹൈന്ദവ വിശ്വാസിക്ക് അറിയാം. കാര്യം വീട്ടിൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടെങ്കിൽ അവർ പൂജാമുറി കയറില്ല, മറ്റുള്ള ആൾക്കാർ വന്ന് പൂജാമുറി കയറി വന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ തൊഴും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി പൂജാമുറിക്കൊരു ഇടം ഇല്ലെങ്കിൽ ചിലർ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു പൂജാമുറി മേടിച്ച് വയ്ക്കും. ചിലർക്ക് അതിന് സൗകര്യം ഇല്ലെങ്കിൽ വീട്ടിന് ഉമ്മറത്ത് ഒരു വിളക്ക് തെളിയിച്ച് വെച്ച് അവിടെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഒരു മുറിയുടെ കോർണറിൽ ഒരു വിളക്ക് വയ്ക്കാനുള്ള സ്റ്റാൻഡോ മറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും. പണ്ടത്തെ ഹൈന്ദവ വിശ്വാസികളെ പറ്റിക്കും പോലെ ഇന്ന് പറ്റിക്കാൻ പറ്റില്ല. കാര്യം അവർക്ക് ഒന്ന് വാട്സപ്പ് ചാനലുകൾ അങ്ങനെയുള്ള കാര്യത്തിൽ കൂടെ ഒരുപാട് ഹൈന്ദവ ആചാര പദ്ധതികളെക്കുറിച്ച് അറിവുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു കൂടുതൽ വിശ്വാസികൾ ഇപ്പോഴാണ് ഉണ്ടായി വരുന്നത്. ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗമാകുമ്പം ഈ നമ്മുടെ ഹൈന്ദവ വിശ്വാസികളെല്ലാം പിന്നോട്ട് പോകുമെന്നായിരുന്നു പലരും ധരിച്ചു വെച്ചിരുന്നത്. അവർ അതിനുള്ള പ്ലാനൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആശയങ്ങളെ മനസ്സിലാക്കാനും അതിൻപടി പ്രവർത്തിക്കാനും തയ്യാറുള്ള, മറ്റുള്ളവരുടെ അന്തർധാരകളിൽ പെട്ടുപോകാതെ ഹൈന്ദവതയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരുപാട് പേർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യം.